ഇന്നലിൽ മുഅ്മിനീന നൂറൻ ഫിൽ ഖൽബി വളിയാഅൻ ഫിൽ വജ്ഹി വസഅതൻ ഫിൽ റിസ്ഖി വമഹബ്ബതൻ ഫീ ഖുലൂബിൻ നാസ്. ഒരു മുഅ്മിനായ മനുഷ്യന് 4 യോഗ്യതകൾ ഉണ്ടായിരിക്കും. നൂറൻ ഫിൽ ഖൽബി, ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാവും. ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാവും. വളിയാഅൻ ഫിൽ വജ്ഹി, മുഖത്തിൽ പ്രത്യേക ചൈതന്യമുണ്ടാവും. വസഅതൻ ഫിൽ റിസ്ഖി, ഭക്ഷണത്തിൽ വിശാലതയുണ്ടാവും. അതായത് കിട്ടിയത് ഒരാൾക്കാണ് കൊടുത്താൽ പേടി ഉണ്ടാവില്ല, അടുത്ത നേരം റബ്ബ് തരുമെന്നൊരു ഉറപ്പുണ്ടാവും. മനസ്സിലായോ നിങ്ങൾക്ക്? കൈ കിട്ടിയാൽ അങ്ങനത്തെ ഒരാൾക്കാണ് കൊടുത്താൽ ഒരു മുഅ്മിന് പ്രശ്നം ഉണ്ടാവില്ല. ലുബ്ധത മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാവുന്നില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ദുസ്വഭാവവും ലുബ്ധതയും ഒരു മുഅ്മിനായ മനുഷ്യനിൽ ഒരുമിച്ച് കൂടുകയില്ല. എന്താ പറഞ്ഞത്? ദുസ്വഭാവവും ലുബ്ധതയും ഒരു മുഅ്മിനായ മനുഷ്യനിൽ ഒരുമിച്ച് കൂടില്ല. വളരെ ചിന്തിക്കണം. ചിന്തിക്കും. ഒരു മുഅ്മിനായ മനുഷ്യൻ ദുസ്വഭാവികമാണ്, ലുബ്ധനുമാണ്. അങ്ങനെ ഉണ്ടാവും. എന്തുകൊണ്ട് അവൻ മുഅ്മിനാണ്? മുഅ്മിനായ മനുഷ്യൻ ഒരു പേടിയുണ്ട്. ഈ ലോകമൊക്കെ മുഅ്മിനീനെതിരായി. എന്താ? എന്തുകൊണ്ട്? അപ്പോൾ എന്ത് തീരുമാനിക്കും? ഈ ലോകം മുഴുവനും ഒരു മുഅ്മിനായ മനുഷ്യനെതിരായാലും മുഅ്മിനായ മനുഷ്യൻ ഒന്നും ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ കിതാബത്ത് അങ്ങനെയായിരിക്കും. അയ്മതുങ്ങ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എൻ്റെ ഉമ്മ പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഉണ്ടായിരിക്കും, അതൊന്നും പ്രശ്നമില്ല, അല്ലാഹു തീരുമാനിച്ച് നടക്കുള്ളൂ. പഠിച്ച നമുക്ക് ബോധമില്ല, പഠിക്കാത്തവർക്ക് ബോധം. എന്തുകൊണ്ട്? ഈമാൻ. ഉണ്ടാക്ക് ഒരു വിഷയം 1-2 വട്ടം, അങ്ങനെ ഒരു വിഷമമുള്ള കാര്യം 1-2 വട്ടം പറഞ്ഞാൽ ഉമ്മ അവിടെ ഇടപെടും, ഇടപെടും. ഉണ്ടാക്കും. അല്ലാഹു എൻ്റെ തീരുമാനിച്ച് നടക്കട്ടെ. പറഞ്ഞാൽ മനസ്സിലായോ? 5ാം ക്ലാസ്സും ഇല്ല, 6ാം ക്ലാസ്സും ഇല്ല. പഴയ കാലത്തെ ഓത്തുള്ളിയിൽ ഇരുന്നിട്ട് മൊല്ലാക്കാൻ്റെ കൂടെ ഇരുന്ന് എഴുതാനും ഓടാനും പഠിച്ചതാണ് അവരെ വിവരം. പക്ഷെ എന്തുണ്ട് പറയേ? ഈമാനുണ്ട്. നമുക്ക് എല്ലാ വിവരമുണ്ട്, ഈമാനില്ല. പ്രശ്നത്തിൻ്റെ കാരണം എന്താണ്? ഈമാനില്ലായ്മ. ആരും ഈമാനില്ല. ഈ പ്രാവിനെ പിടിക്കാൻ പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാവിനെ പിടിക്കാൻ പോകണമെന്ന് ഒരു പ്രാവിനെ പണം കൊടുത്ത് വാങ്ങും. എൻ്റെ കുട്ടിക്കാലത്ത് പ്രാവ് പിടുത്തക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടാവും, പിന്നെ പഴയ പോലെ നമുക്ക് നേരമില്ലാത്തതുകൊണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രാവ് പിടുത്തക്കാർ ഒരു പ്രാവിനെ വില കൊടുത്ത് വാങ്ങിയിട്ട് അത് കൊണ്ടുപോകും. ആ പ്രാവ് ഇങ്ങനെ എവിടെയും വെച്ചാൽ മരത്തിൻ്റെ എവിടെ മറ്റേ വെച്ചാൽ അങ്ങനെ കുറുകി ഇങ്ങനെ കുറുകും. അപ്പോൾ വേറൊരു പ്രാവ് വരും. ഇന്നത്തെ കുട്ടികളുടെ നിരീശ്വരവാദത്തിൻ്റെ അടിസ്ഥാനം അതാണ്. ഉമ്മാൻ്റെ കൽബിൽ കുറുകാനുള്ള ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ മക്കൾക്ക് ഈമാൻ കയറി വരുള്ളൂ. ഇന്ന് അടുക്കളയിലെ ഉമ്മാക്ക് ഈമാൻ ഇല്ലാത്തതുകൊണ്ടാണ് കുട്ടികൾ ആ ഉമ്മാൻ്റെ ഭക്ഷണം കഴിച്ച് നിരീശ്വരവാദിയാവുന്നത്. ഇപ്പോൾ ബുദ്ധി പറഞ്ഞു കൊടുത്തിട്ട് ഈമാനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സംഘം ആളുകൾ നാളാകെ ഇറങ്ങി നടക്കുക. ഒരു കാര്യമില്ല. ഒരു ബുദ്ധി കൊണ്ടും ഒരു ജനം മുമ്പിനാവില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു കൽബിട്ട് കൊടുക്കണം. എന്ത് വേണം? അവന് കാണേണ്ടവനെ കാണണം. ഒരു യുക്തി കൊണ്ടും ഈമാൻ ഉണ്ടാവുകയില്ല. ഒരു യുക്തി കൊണ്ട് ഈമാൻ ഉണ്ടാവില്ല. യുക്തി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ ഉൽപ്പന്നമല്ല. ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പാവപ്പെട്ട ഒരു സിസ്റ്റത്തിന് ഒരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് ബുദ്ധി കൊടുക്കണം. ബുദ്ധി പാവാണ്, അതിന് പാവാണ്, ഒന്നും അറിയില്ല. ബുദ്ധി പാവാണ്, ബുദ്ധിയല്ല. ആത്മാവിൻ്റെ സംവേദനം, അതിന് ആത്മാവ് തുറന്നു കൊടുക്കണം. فمن شرح الله عقله للإسلام എന്നല്ല, فمن شرح الله صدره للإسلام. ഒരാളെ ബുദ്ധി അല്ലാഹു ഇസ്ലാമിലേക്ക് തുറന്നു കൊടുത്താൽ നല്ല ബുദ്ധിപ്പാവ. ബുദ്ധിക്ക് കുഴങ്ങും, റൂഹ് കുഴങ്ങൂല. റൂഹ് മേലിൽ നിന്നതാണ്, ബുദ്ധി ഇവിടെ മുളച്ചതാണ്. അല്ലാഹു അതിൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ബുദ്ധി ഇവിടെ മുളച്ചാണോ? ഈ നബത്തിൽ, ഈ സസ്യത്തിൽ ഉണ്ടായതാണ് എന്ത്? ഇതൊരു സസ്യ. ഈ സസ്യത്തിൽ ഇവിടെ ഭൂമിയിൽ മുളച്ചതാണ് ബുദ്ധി. റൂഹ് അങ്ങനെയല്ല. റൂഹ് യസ്അലൂനക അനി റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി. എവിടെ വന്നതാ? അങ്ങനെ ഭയങ്കര പവറാ റൂഹിന്. ബുദ്ധിയോ? ബുദ്ധി പാവ, പെട്ടെന്ന് കഴിയണം. രണ്ടാൾ കോഴിക്കോട്ട് അരയടത്ത് പാലത്ത് നിന്ന് തെക്കോട്ട് നടന്നു എന്ന് സങ്കല്പിക്കുക. നടന്ന് ഇങ്ങനെ പോയി.
അങ്ങനെ പോയി മോഡൻ ബസാറ്, അരീക്കാട് മോഡൻ ബസാറ്, ചെറുവണ്ണൂർ എത്തിയപ്പോഴത്തിന് ഒരാൾ കുഴങ്ങി. ഞാൻ അവിടെ ഇരിക്കട്ടെ ഇരുന്നു. മറ്റേയാളോ പിന്നെയും പോയി. ഇങ്ങനെ പോയി 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 അങ്ങനെ പോയി അങ്ങനെ പോയി അങ്ങനെ പോയി പോയി അങ്ങനെ പോയി. ഇങ്ങനെ പോയിട്ട് അയാൾ തൃശ്ശൂർ വരെ നടന്നിട്ട് തിരിച്ചു വന്നു. മറ്റേ ആൾ ഇവിടെ ഇരിക്കണ്ടേ. തിരിച്ചു വന്ന ആൾ ഇവനോട് പറഞ്ഞ്, എന്ത് ഇവിടെ എങ്ങനെ ഇരുന്നോ, എന്തൊക്കെയാണ് അവിടെ കാര്യങ്ങൾ. കുറച്ചാൾ പോയാൽ പിന്നെ വലിയൊരു പുഴയുണ്ട്. ആ പുഴക്ക് പുതിയൊരു പാലമുണ്ട്, പഴയൊരു പാലമുണ്ട്. പിന്നെയാണ് പറഞ്ഞാൽ അവിടെ എങ്ങനെ അവിടെ പിന്നെയും കുറച്ചും കൂടി പോയാൽ അവിടെ വിൽപ്പന നികുതിയുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ചും കൂടിയാണ് പോയാൽ അവിടെ വലിയൊരു കുന്നിൻ്റെ പുറത്ത് നിങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങണേ പൊങ്ങണ്. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ അതാ വലിയ വലിയ കമ്പനികൾ, കാര്യങ്ങൾ, വലിയ അങ്ങാടികൾ, വലിയ വലിയ ആളുകൾ, മന്തികൾ, കരിമന്തികൾ, കുഴിമന്തികൾ, ഇങ്ങനെ പഞ്ചാതി ഷോപ്പുകൾ, അങ്ങനെ 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 എന്തൊക്കെയാണ്. ഇതെല്ലാം രണ്ടാമത്തെ ആൾ ഒന്നാമത്തെ ആളോട് വന്ന് പറഞ്ഞാൽ അവനത് സ്വീകരിക്കില്ല, നോണയാണെന്ന് പറയും. എന്താ പ്രശ്നം? ഒരാളെ കഴിവ് കേടാണ്. ഇതാണ് ബുദ്ധിയും റൂഹും തമ്മിലുള്ള വ്യത്യാസം. റൂഹ് പറയുന്ന ബുദ്ധി അംഗീകരിക്കില്ല. എന്തുകൊണ്ട്? റൂഹിൻ്റെ കഴിവ് ഭയങ്കര, ഒരു സെക്കൻഡിൽ പറക്കും. ബുദ്ധി പാവം. അതുകൊണ്ട് യുക്തി കൊണ്ട് മനുഷ്യനെ മുസ്ലിമാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പല ആളുകളും. പാവപ്പെട്ടവർക്ക് വല്ലതും നേർച്ചാക്കിയാൽ അവർക്കും കൂടി കൊടുക്കണം എന്ന് ഞാൻ ഈ സദസ്സിനെ ഓർമ്മപ്പെടുത്തുകയാണ്. മക്കത്ത് വന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ എന്തെങ്കിലും ഉപായങ്ങൾ ഉണ്ടാക്കണം, എന്തെങ്കിലും മനഃശാസ്ത്രീയ പരീക്ഷണങ്ങൾ, ഒരു കോലിങ്ങനെ വെച്ച് ഇതാ ഇസ്ലാം ആയിക്കോളൂ. എങ്ങനെയാണെങ്കിൽ ഇസ്ലാം മക്കത്ത് മുത്തു മുഹമ്മദ് മുസ്തഫ മക്കത്ത് വന്ന് എന്ത് ചെയ്ത് ആദ്യം ഒരു എന്താ പറയുക ലാബ് എന്ത് ചെയ്ത് ലാബ് അതിൽ കുറച്ച് കുപ്പികളൊക്കെ വെച്ച് അവിടെ വെച്ച് ഇവിടെ വെച്ച് വാച്ച് മേക്കർമാർക്കൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നബി ഇങ്ങനെ ഘടിപ്പിച്ച് ഇത് നോക്കി ഇങ്ങനെ നോക്കി മനസ്സിലാവില്ല. അങ്ങനെ മുസ്ലിം ആയിക്കോളും. അങ്ങനെയാണ്. ശാസ്ത്രീയ കോയലുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യൻ നന്മക്കായി പോയിട്ടുണ്ട്. എന്തേ? ഒരു മനുഷ്യൻ മക്കത്തുദിച്ചു മുഹമ്മദ് മുസ്തഫ. സഹാബികൾ പെട്ടെന്നൊരാൾ ഞങ്ങളുടെ ഇടയിൽ പൊട്ടിമുളച്ചു. ആ ആൾ ഞങ്ങൾക്ക് ബാപ്പയാരാണെന്ന് കാണിച്ചു, പഠിപ്പിച്ചല്ല ഉമ്മയാരാണെന്ന് കാണിച്ചു, സംസ്കാരം എന്താണെന്ന് കാണിച്ചു. അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു. ഒരു ജനത മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ ഹൃദയത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് അവർ ശിഖരം പൊട്ടിച്ച് അവരുടെ ഹൃദയത്തിൽ കുടിയേറി. നോക്കിയപ്പോൾ എന്നെ കണ്ടവർ നരകത്തിൽ കിടക്കുകയില്ല. എന്റെ പരീക്ഷണശാലയിൽ പരീക്ഷണം നടത്തിയവർ നരകത്തിൽ കിടക്കൂല എന്നല്ല, എന്നെ കണ്ടവർ നരകത്തിൽ കിടക്കും. എന്നെ കാണേണ്ട വഴി കാണണം, എന്നെ ഒന്ന് കാണേണ്ട വരെ കണ്ടാൽ മതി, നരകത്തിൽ കിടക്കൂല. എന്നെ കണ്ടവർ നരകത്തിൽ കിടക്കുകയില്ല. എന്നെ കണ്ടവരും നരകത്തിൽ കിടക്കുകയില്ല. എന്നെ കണ്ടവരും നരകത്തിൽ കിടക്കുകയില്ല. അല്ലാഹ് ലാ യദ്ഖുലുൻ നാറ മൻ റആനി. എന്നെ കണ്ടവർ നരകത്തിൽ കിടക്കില്ല. വലാ മൻ റആ മൻ റആനി. എന്നെ കണ്ടവരും വലാ മൻ റആ മൻ റആ മൻ റആനി. എന്നെ കണ്ടോരും നരകത്തിൽ കിടക്കില്ല. പഠിച്ചവരല്ല. അപ്പൊ ഇസ്ലാം എവിടെയാ? ഇവിടെ ബിവജ്ഹിൽ മുസ്തഫ. എന്താണ് ജനത? ലോകത്തെ ഏറ്റവും വലിയ മുട്ടാളന്മാർ ലോകത്തെ ഏറ്റവും വലിയ നല്ലവരായി. എന്ത്? അവരിൽ മനുഷ്യൻ പൊട്ടിമുളച്ചു. മുഹമ്മദ് അവരിൽ ഒരു മനുഷ്യൻ പൊട്ടിമുളച്ചു. മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്, മനസ്സിലായില്ലേ? ചിന്തിക്കണം. നോക്കൂട്ടികളെ, ഈ ഹദീസ് ഒന്ന് കേൾക്കി.
ലാ യദ്ഖുലുൻ നാറ മൻ റആനി, എന്നെ കണ്ടവർ നരകത്തിൽ കടക്കുകയില്ല. വലാ മൻ റആനി, എന്നെ കണ്ടവരും നരകത്തിൽ കടക്കുകയില്ല. വലാ മൻ റആനി, എന്നെ കണ്ടവരും നരകത്തിൽ കടക്കുകയില്ല. എന്തേ ഭയങ്കര മനസ്സിലായില്ലേ പറഞ്ഞത്? ഇവിടെ അങ്ങനെ കയറും. ഇത് മിർആത്തുൽ ഖൽബാണ്, ഇത് ഖൽബിന്റെ കണ്ണാടിയാണ് വജ്ഹ്. അറേബ്യ കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാന്മാരിൽ ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അറേബ്യ കണ്ട ബുദ്ധിമാന്മാരിൽ ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം. റസൂൽ അങ്ങനെ ഹിജ്റ വരിക, ഒട്ടകപ്പുറത്തിരിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് ജൂതന്മാരുടെ നേതാവാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം. അങ്ങനെ നോക്കി, ഞാൻ ഒരൽപ്പം ദൂരത്ത് നിന്ന് ആ മനുഷ്യനെ ഒന്ന് നോക്കി. ഫഖുൽതു ഫീ നഫ്സി, അപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു, ലൈസ ബിവജ്ഹിക കദ്ദാബ്, ഈ മനുഷ്യൻ ഒരിക്കലും കള്ളനല്ല. ഇതൊരു കള്ളന്റെ മുഖമല്ല. എന്തുണ്ടായത്? ആ പരീക്ഷണശാലയാണ് ആ മുഖം. ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഫഖുൽതു ഫീ നഫ്സി, എൻ്റെ അന്തരംഗം എന്നോട് പറഞ്ഞു, ലൈസ ബിവജ്ഹിക കദ്ദാബ്. അറേബ്യ കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാൻ ഏതെങ്കിലും പരീക്ഷണശാല കയറി മുസ്ലിമായതല്ല. ദൂരെ നിന്ന് ഞാൻ ഈ മനുഷ്യന്റെ മുഖത്തേക്കൊന്ന് നോക്കി. വഹുവ അലാ നാഖത്തിഹി, ആ മനുഷ്യൻ തൻ്റെ ഒട്ടകപ്പുറത്താണ്, കുറച്ച് ദൂരെയാണ്. ഞാനിങ്ങനെ നോക്കി. ഫഖുൽതു ഫീ നഫ്സി, അപ്പോൾ എൻ്റെ അന്തരംഗം എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, ലൈസ ബിവജ്ഹിക കദ്ദാബ്, ഈ ആൾ ഒരിക്കലും കള്ളനല്ല. സംസാരിച്ചോ? നബിയോട് അബ്ദുല്ലാഹി ഇബ്നു സലാം സംസാരിച്ചോ? ഇല്ല. എന്തേ ഉള്ളൂ? അങ്ങനെ നോക്കി പറഞ്ഞു, ഇയാൾ കള്ളനല്ല. ലൈസ ബിവജ്ഹിക കദ്ദാബ്, ഇത് കള്ളന്റെ മുഖമല്ല, ഈ മനുഷ്യൻ ഒരിക്കലും കള്ളനല്ല. എന്റെ ഹൃദയം അല്ലാഹുവിന. അപ്പോൾ അത് മുഖത്ത് പ്രസരിക്കുന്നു. നമ്മുടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. ഈ ലോകത്തൊന്നിനും പേടിക്കണ്ട. അള്ളാഹുവിനെ പഠിച്ചാൽ മതി. അള്ളാഹുവിലേക്ക് മുന്നിട്ട്. ഈ ലോകം മുഴുവൻ നഷ്ടപ്പെട്ടു, നിനക്കെന്താ? ഈ ലോകമൊക്കെ നഷ്ടപ്പെട്ടു, നിനക്കെന്ത്? ഈ ലോകം മുഴുവനും ഈ 10 കൊല്ലം എടുത്ത പണി ഇന്ന് രാവിലെ ബാത്തിലായി. നിന്റെ ഇഷ്ടം പോലെ ഭൂമിയുടെ സ്വത്ത്, അത് ഇത് ആധാരം, കെട്ട്, കണക്ക്, പെരക്ക് തീ പിടിച്ചു, ഒക്കെ കരിഞ്ഞുപോയി, കത്തിപ്പോയി. എന്നാൽ നിനക്കെന്തോ? നിനക്കെന്ത്? വീട് കരിഞ്ഞു, കത്തിയുടെ കരിഞ്ഞു. അക്കൂട്ടത്തിൽ ആധാരം പ്രമാണം ഒക്കെ പോയി. നിനക്കെന്ത്? അത് നിന്റേതാണെങ്കിൽ നിനക്ക് നിന്റെ കാൽക്കിലേക്ക് എത്തും. നിന്റേതല്ലെങ്കിൽ നിനക്കെന്തിനും പോകേണ്ട സമയമായി. അതാരാണോ എന്നെ അന്വേഷിച്ച്? അമ്പല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇത് വയല് പറഞ്ഞാലും പോരാ, കേട്ടാലും പോരാ. ഇത് കൽബിലേക്ക് കയറാത്ത കാലത്തോളം ഒരു പുരോഗതി ഉണ്ടാവില്ല, ഈമാനിൽ പുരോഗതി ഉണ്ടാവില്ല. ഹൃദയം കൊണ്ട് അള്ളാഹുവിലേക്ക് ഒരടിമയും മുന്നിട്ടിട്ടില്ല. സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും ഏതൊരു മുഅ്മിനിന്റെ ഹൃദയവും അള്ളാഹു അയാളിലേക്ക് തിരിച്ചിട്ടല്ലാതെ, ഏതൊരു വ്യക്തി ഹൃദയം കൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിട്ടിട്ടുണ്ടെങ്കിലും എല്ലാ സത്യവിശ്വാസികളുടെയും ഹൃദയം അള്ളാഹു തആല ഈ മനുഷ്യനിലേക്ക് തിരിച്ചു വെക്കും. ബിൽഉദ്ദി, സ്നേഹം കൊണ്ടും റഹ്മ, കാരുണ്യം കൊണ്ടും. വളരെ ചിന്തിക്കണം. ആളുകൾ അവന് മയ്യത്ത് നിസ്കരിക്കും. ഏത് നല്ല മഴയുള്ള ദിവസം മരിച്ച്, എന്നാലും ആൾ മയ്യത്ത് നിസ്കരിക്കണ്ടോ? അവർ മയ്യത്ത് നിസ്കരിക്കാൻ വന്നതല്ല, അടുത്ത വീട്ടിൽ കല്യാണമാണ്. കല്യാണത്തിന് വേണ്ടി ആയിരക്കണക്കായ ആളുകൾ അവിടെ കൂടിയപ്പോഴാണ് ഇയാൾ മരിച്ചത്. അപ്പോൾ എല്ലാവരും എന്ത് പറഞ്ഞു? നമുക്ക് മയ്യത്തെടുത്ത് പോകാം. ഇവരൊന്നും നാട്ടുകാരുമല്ല, പള്ളി ഫുള്ള ആൾ. ഇയാളെ ഇവരെ അറിയോ? ഇല്ല. ഇവരെ അറിയോ? ഇല്ല. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഇയാളുമായി ഇല്ല. പക്ഷേ അല്ലാഹു തആല ഏർപ്പെടുത്തി കൊടുത്തു.
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ചിന്തിക്ക്. ആ നാട്ടിലും മറുനാട്ടിലുമുള്ള ജനങ്ങൾ മുഴുവൻ ഒന്നിച്ചു വന്ന് ഇയാളെ മയ്യത്ത് നിസ്കരിച്ചു. അതെങ്ങനെ? അന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണം തന്നവരൊക്കെ പിന്നെ എന്നാ മയ്യത്ത് നിസ്കരിച്ച് പോവാം. അല്ല, മയ്യത്ത് നിസ്കരിച്ചു എല്ലാവരും. എന്റെ അള്ളാഹു എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അള്ളാഹു ഇങ്ങനെ തിരിച്ചു വെക്കും. അപ്പൊ നമ്മളെ പ്രശ്നത്തിന് ആധാരം, നമ്മളെ പ്രശ്നം നമ്മളെ ഖൽബ് അള്ളാഹു കൊടുത്തില്ല. ഒരു പെണ്ണിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കെട്ടിക്കാതിരിക്കാൻ നിശ്ചയിച്ചു, കെട്ടിച്ചില്ല. എന്നിട്ടെന്തേ? കെട്ടിച്ചു. എന്നിട്ടെന്തേ? കെട്ടിച്ചപ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടായി. കെട്ടിക്കാതിരുമ്പോൾ അതിനേക്കാൾ സന്തോഷം ഉണ്ടായി വെച്ചോളൂ. സന്തോഷം വന്നാലതാണല്ലേ. ഒരു പെണ്ണിന് ജീവിതത്തിൽ കല്യാണത്തിന് ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെ ഭയങ്കര ആവേശവും സന്തോഷമാണ്. ഭർത്താവിനെ കാണുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാൾ വലിയ സന്തോഷം ഖുർആനെ കാണുമ്പോൾ. സന്തോഷത്താണല്ലോ മനുഷ്യൻ്റെ ഉൽപ്പന്ന സന്തോഷമാണല്ലോ. ഇതിൻ്റെ കൂടെ അല്ലേ എന്തിന് ഉൽപ്പന്ന സന്തോഷമാണ്? മനുഷ്യന് ഒരു ദിവസത്തിൽ ഒരു നേരമേ വിശക്കൂന്നാണ്. ബാക്കിയൊക്കെ മനുഷ്യൻ്റെ കൊതിയാണ്. ഒറ്റ നേരെ വിശക്കൂ. മനുഷ്യന് ഒരു ദിവസം ഒരു നേരെ വിശക്കൂ. അതെപ്പോഴാ? അത് സൂര്യൻ നെറുകയിൽ നിൽക്കുന്ന നേരമാണ്. ആ നേരത്തെ മനുഷ്യൻ വിശക്കും. ബാക്കിയോ? ബാക്കി മനുഷ്യൻ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന പണികളാണ്. ഇപ്പം രാവിലെ ഒരു ചായയും കടിയും കിട്ടിയില്ലെങ്കിലോ? ചായയും ഒരു പൊരിച്ച പത്തിരി രാവിലെ കിട്ടിയില്ല. എന്നിട്ടെന്തേ? എന്നിട്ടിപ്പോൾ എന്തേ പറ്റേ? വൈകുന്നേരത്തിൽ ചായയും 2 നെയ്യപ്പം കിട്ടിയില്ല. എന്നിട്ട് വെച്ച് രാത്രിയും ചോറ് കിട്ടിയില്ല. എന്ത്? ബാക്കിയൊക്കെ മനുഷ്യൻ്റെ പൂതിയ. ആദിയും പൂതിയും രണ്ടാ. മനുഷ്യന് ഭൂരിഭാഗം പൂതിയ, ഒരു നേരം ആദിയ. എന്താ നമ്മൾ എന്ത് ചെയ്തു? പൂതിയ ആദിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലെ അവനവന് അർഹതയില്ലാത്ത സ്വപ്നങ്ങളെ മെനയുകയും സ്വപ്നങ്ങളെ തൻ്റെ അവകാശങ്ങളാക്കണമെന്ന് തീരുമാനിക്കുകയും അവകാശങ്ങൾ കൂടി സമരം ചെയ്യുകയും ചെയ്യുന്ന സാമൂഹിക ജീവികൾക്കാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത്. എന്താ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ? അവനവന് ഒരിക്കലും അതാ സർക്കാർ ഉദ്യോഗസ്ഥൻ. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നാൽ ആരാണ് എന്നതിന് ഒരാൾ എന്നോട് ഡെഫിനേഷൻ ചോദിച്ചാൽ ഞാൻ പറയും, ഒരിക്കലും തനിക്ക് അവകാശമില്ലാത്ത സ്വപ്നങ്ങളെ നെയ്യുകയും ആ സ്വപ്നങ്ങളെ തൻ്റെ അവകാശങ്ങളാണെന്ന് തീരുമാനിക്കുകയും ആ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയും ചെയ്യുന്ന സാമൂഹിക ജീവികൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നു. എന്നതുപോലെ രാവിലെ ചായ നമ്മൾ അവകാശം തീരുമാനിച്ചു. 10 മണിക്ക് ഒരു കഞ്ഞിയും ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അതും അവകാശ ലിസ്റ്റിൽ കയറും. അവകാശമാണ്. അവകാശം കിട്ടിയില്ലെങ്കിൽ പേച്ച് ചൂടോ. ഒരാളിനോട് പറഞ്ഞു, ഞാൻ സ്ഥിരമായി സക്കാത്ത് കൊടുക്കുന്ന ഒരാൾക്ക് ഒരു മകൻ ഗൾഫ് പോയപ്പോഴും ഞാൻ സക്കാത്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. കാരണം ഒരു മകനല്ലേ പോയിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ അയാൾക്ക് അത്യാവശ്യമൊക്കെ റാഹത്തൊക്കെ ആയി. പിന്നെ അടുത്ത മകനും പോയി, എല്ലാം റാഹത്തായി സന്തോഷമായി. എന്നാലും ഈ റമളാൻ മാസം അങ്ങനെ പകുതി കഴിഞ്ഞാൽ അയാൾ ഇന്നെങ്ങനെ ചുറ്റിപ്പറ്റി പൂച്ചാൾ നടക്കുമ്പോൾ അങ്ങനെ നടക്കും. അവസാനം ഞാൻ സലാമൊക്കെ ഉഷാറാക്കി പറഞ്ഞ് സക്കാത്ത് കൊടുത്തില്ല. പിറ്റേ മാസം മുതൽ മൂപ്പർ എന്നെ കണ്ടാൽ മര്യാദയ്ക്ക് സലാം നടക്കില്ല. സലാം അലൈക്കും. എന്തേ? സക്കാത്ത് ഇവൻ്റെ സക്കാത്ത് അയാൾ അവകാശമാണെന്നാ മനസ്സിലാക്കി. അങ്ങനെയാണല്ലോ. അവകാശം കിട്ടിയില്ല. എങ്ങനെയാണ് നോക്കൂ നിങ്ങൾ, നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ സ്വപ്നങ്ങളെ അവകാശങ്ങളാക്കി നിശ്ചയിക്കുക. ഈ ലോകത്തിൽ മുഅ്മിനായ മനുഷ്യൻ ഒന്നും സംഭവിക്കുന്നില്ല. എന്ത് സംഭവിക്കും? ഭാര്യ പോയി, അൽഹംദുലില്ലാ. കുട്ടികൾ പോയി, അൽഹംദുലില്ലാ. എല്ലാം വെള്ളത്തിൽ മുങ്ങി, അൽഹംദുലില്ലാ. ഒരു ഡേറ്റ് അന്നേയിരിക്കും. എന്ത് പ്രശ്നമുണ്ട്? എങ്ങനെയാണെങ്കിൽ അള്ളാഹു ഈമാനോട് കൂടി മരിപ്പിക്കട്ടെ. ഞാൻ മനസ്സറിഞ്ഞാമി പറയും. അള്ളാഹു തആല ആര് മനസ്സറിഞ്ഞാൽ അള്ളാഹു തആല പറയും, അള്ളാഹു തആല ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ. ഇത്രയല്ലേ ഉള്ളൂ. നമ്മളിവിടെ താമസിക്കേണ്ടവരാണ്. ആര് എന്ത് ഇത്രേ എന്തൊക്കെ കിട്ടിയാലും ഇവിടുന്ന് പോകണം. നമ്മൾ തിരിച്ചു വരും, പേടിക്കണ്ട. നാട്ടുകാരെ മുഴുവനും കുറ്റം പറയും. എൻ്റെ കാക്കാൻ്റെ പെണ്ണുങ്ങൾക്ക് എന്നോട് ദേഷ്യമാണ്, അവൾ ചെയ്തതാണ്. അത് ഇടക്കിടക്ക് അവിടെയും എവിടെയും പോകും. അങ്ങനെ കാക്കാനെ ഭാര്യ മരിച്ചതുമില്ല. അതുകൊണ്ട് നമുക്ക് മരിക്കണവരേ സുഖമില്ല. എന്നോട് കാക്കാൻ്റെ ഭാര്യ മരിച്ചില്ല. നമ്മൾ വിചാരിക്കും നമുക്ക് ചെയ്തത് കാക്കാൻ്റെ ഭാര്യ. എൻ്റെ കാക്കാൻ്റെ ഭാര്യ അത് ശരിയില്ല. ഓൾ ചെയ്തിട്ട് എന്നെ കൊലത്തിലാക്കി.
അവൾക്ക് അവസാനം ഒരു ക്യാൻസർ ഉണ്ടായി നമ്മൾ വിചാരിച്ചു അൽഹംദുലില്ലാഹ് അതിമ തീർന്നല്ലോ. പക്ഷേ പിന്നെ അവളെ മുടിയൊക്കെ കളഞ്ഞൊക്കെ മുടിയൊക്കെ പോയെങ്കിലും പിന്നീട് ഓളൊരു കൂറ്ററ്റായിട്ട് പിന്നീട് വരിക ചെയ്തു. അതോടെ പിന്നെയും നമ്മൾ നേരെ അടിപ്പോയി. ഇതിനും പഠിച്ച മോളെ കൊണ്ടുപോയില്ല. അള്ളാൻ്റെ ഒരു അടിമ മരിക്കാൻ ആഗ്രഹിക്കുക. എന്തേ എൻ്റെ കാക്കാൻ്റെ ഭാര്യ ശരിയില്ല, ഓള് ചെയ്തതാണ്. എനിക്ക് എന്ത് ചെയ്യണ ചങ്ങാതി? എൻ്റെ റബ്ബും വക്കാനല്ലോ ഇലൈഹി ബികുല്ലി ഖൈരിൻ അസ്റാ. നിന്റെ ഹൃദയം അല്ലാഹുവിലാണെങ്കിൽ ഏതൊരു ഖൈറും നിനക്ക് ആദ്യം എത്തിക്കുന്ന അല്ലാഹു ആയിരിക്കും. പിന്നെന്ത് ഇത് ഏതോ ആള് പറഞ്ഞല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് لا إله إلا الله حسبي ربي جل الله. ചോറ് വെക്കുന്ന ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. ചോറ് വെക്കുന്ന പല ആളുകളെയും എനിക്കറിയാം. ഭക്ഷണം ഉണ്ടാക്കുന്ന ബിരിയാണി മന്തിയൊക്കെ പോലത്തെ ഉണ്ടാക്കുന്ന ആളുകളെ പറ്റി ഒരു പൊതുധാരണ ഉണ്ട് ജനങ്ങൾക്ക്. എന്താ പൊതുധാരണ? അവർ അജിനമോട്ടോ കൊണ്ടുവന്നിട്ട് അതിൽ ചിന്തു. രസമുണ്ടാക്കുന്ന നാവിന് രസമുണ്ടാക്കുന്ന സാധനം അജിനമോട്ടോമാണ്. അതെന്താണെന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. ഏതായാലും അത് മനുഷ്യൻ്റെ ആരോഗ്യത്തെ നശിപ്പിച്ച് ക്യാൻസർ പോലത്തെ തീരാരോഗങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതാണ് അജിനമോട്ടോ. ഈ അജിനമോട്ടോ ഉപയോഗിക്കാതെ ചോറ് വെക്കാത്ത ആളുകൾ എനിക്കറിയാം. എല്ലാവരും എഴുതി കൊടുക്കും, അജിനമോട്ടോ എഴുതി കൊടുക്കില്ല. അതൊരു അരിത്തിരി കൊണ്ട്. ഈ കൂട്ടത്തിലൊരാളുണ്ട്, അവനത് ചെയ്യൂല. എന്നാൽ അവൻ്റെ ഭക്ഷണം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയും കഴിച്ചിട്ടുണ്ട്. അതിമനോഹരമായ ഭക്ഷണമാണ്. എന്താ കാരണം? അതിൻ്റെ റബ്ബാണ്. അവനക്കറിയാം തമാശ പറയല്ല. അങ്ങനെയൊരാൾ ഈ കൂട്ടത്തിലുണ്ട്. ഈ കൂട്ടത്തിൽ ഒരാളുണ്ട് അജിനമോട്ടോ ഉപയോഗിക്കില്ല. അള്ളാഹു നിശ്ചിതമാക്കിയ ഒരു സാധനം ഉപയോഗിക്കില്ല. എന്നാലോ സാധാരണ ഉപ്പുമുളക് ഇട്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കും. അത് ഏറ്റവും രസം ഉണ്ടാവും. എന്തുകൊണ്ട്? ഒരു ചിന്ത നിലനിൽക്കുന്നവരെ ആ ചിന്ത നഷ്ടപ്പെട്ടാൽ ആ സ്ഥിതി നഷ്ടപ്പെടും. അതേടാ എൻ്റെ റബ്ബ് മതി എനിക്ക്. നിങ്ങൾ ചിന്തിക്കുക. ഇന്ന് ഏത് ഭക്ഷണം നാശായാലും അത് നന്നാക്കാനുള്ള മാർഗമാണ് എന്ത്? അജിനമോട്ടോ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ തമാശയില്ല. 1500, 2000, 3000 ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി 3/4 ഭാഗമായപ്പോൾ പണ്ടായിരിക്കും മനസ്സിലായി ഇത് സംഗതി തെറ്റിക്കണത്. അതിൽ മൂപ്പര് വേഗം പോയിട്ട് കിണറ്റിച്ചാടി. അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ കരിഞ്ഞൊക്കെ നാശമായി. ഏതായാലും 3/4 ഭാഗം നാശമായി നോക്കുമ്പോൾ മനസ്സിലായിട്ടാണ് പോയി കിണറ്റിച്ചാടി കഴിഞ്ഞ് നോക്കുമ്പോൾ ഭക്ഷണം അവിടെ കാണാനില്ല. കരിഞ്ഞ മണോ ആ ബിരിയാണി ആശാല എവിടെ പോയി പിന്നെ അപ്പോൾ കിണറ്റില്ല. അപ്പോൾ വാങ്ങിയെന്നവർ പറഞ്ഞു ഇങ്ങനെ ബിരിയാണി ഈ പാവം വെള്ളമൊക്കെ വന്ന് കിണറ്റിച്ചാടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കുക. ബിരിയാണി ആശായിൽ ഒരു ബേജാറുണ്ടായില്ല, കാരണം കിണറ്റിച്ചാടിയത്. ഇങ്ങനെ കിണറ്റിച്ചാടേണ്ട പണ്ടാരികളുണ്ടാവും. മനസ്സിലായോ പറഞ്ഞത്? എന്നതുപോലെ ഇവിടെ എന്താ വിഷയം? വിഷയം റബ്ബുമായുള്ള ബന്ധമാണ്. അതൊരു ഉദാഹരണമാണ്. വളരെ ചിന്തിക്കണം. റബ്ബുമായുള്ള ബന്ധമാണ്. റബ്ബാണ്. അല്ലാഹു നിന്റെ ഖൽബിലുണ്ടെങ്കിൽ, അല്ലാഹു എൻ്റെ ഖൽബിലുണ്ടെങ്കിൽ ഈ ലോകമൊക്കെ നഷ്ടപ്പെട്ടു പോയി. എൻ്റെ പ്രശ്നം എല്ലാം പോയി. എന്നിട്ടെന്താ? ഒക്കെ പോയി. എന്നിട്ടെന്താ? എല്ലാം നിനക്ക് ലഭിച്ചു. എന്നിട്ടെന്താ? ഈ ലോകമൊക്കെ നിനക്ക് ലഭിച്ചു. ഇതെന്താ? നിയമത്തിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. ഒന്നും കിട്ടിയില്ല. എന്നിട്ടെന്താ? വളരെ ചിന്തിക്കണം. ഒരടിമയും ഒരു ദാസനും ഒരു ദാസിയും തന്റെ ഹൃദയം കൊണ്ട് അല്ലാഹുവിലേക്ക് മുന്നിട്ടിട്ടില്ല. ഇല്ലാ ജഅലല്ലാഹു ഇലൈഹി ഖുലൂബൽ മുഅ്മിനീന ഇലൈഹി ബിൽ ഉദ്ദിർ വറഹ്മാ. കാരുണ്യം കൊണ്ടും സ്നേഹം കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് സത്യവിശ്വാസികളുടെ ഹൃദയത്തെ തിരിച്ചിട്ടല്ലാതെ വകാന അല്ലാഹു ഇലൈഹി ബികുല്ലി ഖൈരിൻ അസ്റാ. അവൻ ആവശ്യമുള്ള ഏത് തരം ഖൈറും അവനിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുത്തവനും അല്ലാഹു ആയിരിക്കും. ഒരു മനുഷ്യൻ വന്നു മക്കത്ത്, എല്ലാം വേണ്ടി എതിരാളികളോ എന്നിട്ട് എന്താ ചെയ്യുന്നു? ഒന്നും ചെയ്തില്ല. ആൾ ആരോടും യുദ്ധത്തിന് പോയോ? ഇല്ല. കൊന്നു? ഇല്ല. വിധേയനായി നിന്നു. എന്നിട്ട് എന്തായത്? എല്ലാം തകർന്നു. ആ ആൾ ബാക്കിയായി മുഹമ്മദ്. ഈ ഭൂമി കണ്ട് അത്ഭുതം മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യൻ വരിക മക്കത്ത്, എല്ലാവരും എതിര്, കുടുംബത്തിരി, കൂട്ടത്തിരി, ഒക്കെ എതിര്, എല്ലാം എന്നിട്ടോ എന്നാ മനുഷ്യൻ ജയിക്കുകയും അവർ തോൽക്കുകയും ചെയ്തു.
ആകാശഭൂമികൾ പടച്ചതിനിടയിൽ ശേഷം ഇന്നുവരെയുള്ള ചരിത്രത്തിൽ ഒരു മനുഷ്യന് വേണ്ടി ലോകം കരഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് മുസ്തഫക്ക് വേണ്ടി കരഞ്ഞതുപോലെ ഒരാൾ തന്റെ പിതാവിന് വേണ്ടി കരഞ്ഞിട്ടില്ല, ലോക ചരിത്രത്തിലില്ല. മുഹമ്മദ് മുസ്തഫക്ക് വേണ്ടി കരഞ്ഞതുപോലെ ഒരാൾ തന്റെ മാതാവിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടാവില്ല, ഒരാൾ തന്റെ പിതാവിന് കരഞ്ഞിട്ടുണ്ടാവില്ല. ലോകത്തെ 1400 ചില്ലാനം കൊല്ലമായി മരിച്ചു. ഇന്നും കരയാ. ഈ ആഴ്ച കരഞ്ഞൊരു കൂട്ടത്തിലുണ്ടാവും റസൂലുള്ളാഹിനെ ഓർത്ത്? ഇല്ലേ? ഉണ്ടാവും. وأصبات الوجد خاطي عبرات وغانا مثل البحر على خديك والعنام مولاي صل وسلم على حبيبك خير الخلق كلهم يا لائمي في الهوى الأذري معذرة مني إليك ولو أنصفت لم تلمي مولاي صل وسلم على حبيبك خير الخلق كلهم കരഞ്ഞ് കണ്ണുനീര് ചാലിട്ടൊഴുക്കി കറുത്ത പാടുകൾ مجفدمون سلمن عينين لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما എന്റെ ഹൃദയം കൊണ്ട് അല്ലാഹുവിനെ സ്വീകരിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ. അതാ വിഷയം. ഹൃദയം കൊണ്ട് അല്ലാഹുവിനെ സ്വീകരിക്കണം. എനിക്കെൻ്റെ റബ്ബ് മതി ഉറപ്പിക്കണം. തവക്കുലിനേക്കാൾ വലിയ മതമില്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. തവക്കുലിനേക്കാൾ വലിയ മതമില്ല, തവക്കലിനേക്കാൾ വലിയ സ്ഥിതിയില്ല. പേടിക്കണ്ട. ഈ ലോകത്ത് എന്ത് സംഭവിച്ചാൽ നീ പേടിക്കണ്ട. ഒരാൾ കഠിനാധ്വാനം ചെയ്ത് പഠിഞ്ഞില്ല. ഒരാൾ കഠിനാധ്വാനം ചെയ്യാതെ തന്നെ പഠിച്ചു വലിയ യോഗ്യനായി. അങ്ങനെ ഒരു പാഠശാലയുടെ ജീവിതം അവസാനിച്ചു. പിന്നെ 25 കൊല്ലം കഴിഞ്ഞ അവർ രണ്ടാൾ ബസ് സ്റ്റാൻഡിൽ കണ്ടുമുട്ടി. ഒരാൾക്ക് അവിടെ ചെറുനാരങ്ങ വെക്കണ പണിയാണ്. അവിടെ 1ാം നമ്പർ പാസ്സായ ആൾ. എന്തു പറഞ്ഞാലും മനസ്സിലാവില്ല എന്നാണ് ഉസ്താദ് ആക്ഷേപിച്ചവനോ ഒരു 10-25 കുട്ടികൾക്ക് ദീൻ പഠിപ്പിച്ച് വലിയ മുദരിസും വലിയ ആലിമോ. എന്തേ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ടാകാറുണ്ടോ ഇല്ലേ? പറയടോ. ഇത് മാറ്റിമറിച്ചവനാരാ? അല്ലാഹ്. രണ്ടാമത്തവൻ പഠിച്ചാലും തലയിൽ കയറില്ല. പക്ഷെ ഇരുട്ടിൻ്റെ മറവിൽ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടല്ല, നീ എന്നെ ഒഴിവാക്കരുത്. എനിക്ക് നിന്റെ ദീൻ പഠിക്കാൻ പൂതിയ, ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ പൂതിയ, എന്നെ ഒഴിവാക്കരുത്. മറ്റു യോഗ്യനാണ്. പുസ്തകം നോക്കിയാൽ മതി, എഴുതിയുള്ളൂ. അവസാന പരീക്ഷയും കഴിഞ്ഞപ്പോൾ ചെന്നപ്പോൾ വാപ്പം വെച്ചിട്ടുണ്ട്. പിന്നെ മുദരിസ് അങ്ങനെ നല്ല നേരം കിട്ടിയത്. പിന്നെ ചെറുനാരങ്ങ വെക്കാൻ പോയി. പിന്നെ കച്ചവടക്കാരനായി. പിന്നെ അണ്ടിപ്പരിപ്പ് കച്ചവടക്കാരനായി. മനസ്സിലായോ? ചിന്തിക്കും. മഹല്ലിയും ചെമ്മും ഇതൊക്കെ മുസ്തസറും മുത്തബലും ഒക്കെ കൂടെ ഇരുന്ന് പഠിച്ചതാണ്. ഇപ്പോൾ അരിപരിച്ച ചെറുനാരങ്ങ കച്ചവടക്കാരൻ ഓർമ്മല്ല. മറ്റയാൾ വേണമെങ്കിൽ മണിയായി വായിക്കും. എന്നാൽ പഠിക്കുന്ന കാലത്ത് ഒരാൾ മൂടനാ, ഒരാൾ ബുദ്ധിമാനാ. മൂടൻ രാത്രിയുടെ ഇരുവിൽ റബ്ബിനോട് പറയും, റബ്ബേ റബ്ബേ. മറ്റവന് പറയേണ്ട ആവശ്യമില്ല, കാരണം യോഗ്യനല്ലേ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ കുട്ടികളെ? എന്നിട്ട് പിടിക്കണം. ആരെ കൂടെ നിർത്താം? പറ. അല്ലാഹു അല്ലാഹു അല്ലാഹു. എൻ്റെ പേടിക്കണേ. അല്ലാഹു 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 അലൈഹി തവക്കലു. അല്ലാഹു അല്ലാഹു അല്ലാഹു. മനസ്സറിഞ്ഞ് അല്ലാഹു 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 അല്ലാഹു. പേടിക്കണ്ട. ഒക്കെ നഷ്ടപ്പെട്ടോ? ഇനി പേടിക്കണ്ട. തന്നവൻ അവനല്ലല്ലോ, തന്നവൻ നീയല്ലല്ലോ, അവനല്ലേ. അപ്പോൾ നഷ്ടപ്പെട്ടാലും പേടിക്കണ്ട, തിരിച്ചുതരാൻ അവന് കഴിയും. എന്താ പേടിക്കുന്നത്? എല്ലാം ഉണ്ടായിരുന്നു, പിന്നെ നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ നീ പേടിക്കുന്നത്? പിന്നെ നീ അല്ലാഹു തആല വീണ്ടും തിരിച്ചു തന്നു.
അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട, ഒന്നും കിട്ടിയാലും അമിതമായി ആഹ്ലാദിക്കണ്ട, നഷ്ടപ്പെട്ട പേടിക്കും വേണ്ട. എന്തുകൊണ്ട്? അവനാണ് അല്ലാഹു. അവൻ നിന്റെ കൂടെ ഉണ്ടായാൽ പിന്നെ പേടിക്കണ്ട. മാഖ്ബല, അവനെയാ സ്നേഹിക്കേണ്ടത്, ഭാര്യയും കുട്ടികളും അല്ലേ. ഭാര്യയെ സ്നേഹിച്ചു അവന് വേണ്ടി, കുട്ടികളെ സ്നേഹിച്ചു. കുട്ടികൾ മോനോട് പറഞ്ഞു, മോളെ പിന്നെ നീ വലിയ ഉദ്യോഗസ്ഥനായിത്തീരല്ല എൻ്റെ ലക്ഷ്യം. നിനക്കതാണ് പഠിക്കേണ്ടത്, പഠിപ്പിച്ചു. ഇനി മറ്റൊന്നും എനിക്ക് വിഷയമല്ല. നീ അള്ളാനെ ഭയപ്പെടുക, അള്ളാനെ സ്നേഹിക്കുക, അള്ളാനെ പേടിക്കുക, അത് പറഞ്ഞാൽ മതി. ചിന്തിക്കണം. ഇവരൊക്കെ ആശ്രയിച്ച് പഠിപ്പിച്ചുണ്ടാക്കിയിട്ട് എന്താ കാര്യം? സർക്കാർ ഉദ്യോഗസ്ഥനായി വലിയ 5 അക്ക ശമ്പളക്കാരനായി മകൻ ജോലി ഏൽക്കുന്നതിന് വേണ്ടി മോട്ടോർ സൈക്കിൾ എടുത്തിട്ട് ജോലിയിൽ കയറാൻ വേണ്ടിയിട്ട് പോയി. ബാപ്പ സുബഹി നിസ്കരിച്ച് വീട്ടിൽ വന്നു. ആ കുടുംബം വളരെ കഷ്ടപ്പെട്ടാണ് ഈ മോനെ പഠിച്ചത്. പോയി മകൻ വില്ലേജ് വിട്ട് കടന്നിട്ടേ ഉള്ളൂ, അപ്പോഴത്തിന് വീണ് ബാപ്പ മരിച്ചു. എന്താ ഉണ്ടായത്? അതൊക്കെ എനിക്കറിയുന്ന സംഭവങ്ങളാണ്, സത്യസംഭവം. അതായത് അവനാ ജോലി പോയി വാങ്ങിയിട്ട്, ഇയാൾ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയ കുട്ടി ജോലി വാങ്ങി തിരിച്ചു വന്നിട്ടൊരു മുട്ടായി വിതരണത്തിൽ പങ്കിടുന്ന ആ മുട്ടായിയുടെ മധുരം ആസ്വദിക്കാൻ പോലും അയാൾക്ക് അവസരം ഉണ്ടായില്ല. പിന്നെ അവരെ പഠിപ്പിച്ചുണ്ടാക്കി അതെന്ത്? അത് അവർക്ക് പഠിക്കണം, പഠിച്ചോട്ടെ, ഹറാമായ പഠിപ്പല്ല, പഠിച്ചോട്ടെ. പക്ഷെ ആശ്രയിക്കേണ്ടത് ആരെ? അല്ലാഹ്. ഒരാളെയും ആശ്രയിക്കണം. മകൻ നിന്ന് ഒരു സംഘം ആളുകളോട് വർത്താനം പറയാം. ബാപ്പാക്ക് അത് സഹിച്ചില്ല. ഗൾഫുകാരനാണ്. ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട സംഭവമാണ്. ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടൊരു സംഭവം പറയും. മകൻ നിന്ന്, ഞങ്ങളടക്കം ഒരു സംഘം ആളുകളോട് മകൻ നിന്ന് വർത്താനം പറയും. ഞങ്ങൾ നിൽക്കാം, മകനും നിൽക്കാം. അപ്പോൾ ബാപ്പാക്ക് അത് സഹിച്ചില്ല. ഗൾഫിൽ വലിയ പൈസക്കാരനാണ്. ബാപ്പ വേഗം അകത്ത് പോയി കസേര എടുത്തു കൊണ്ടുവന്ന് മകൻ ഇട്ടെടുത്ത്, മകനെ ഇവിടെ ഇരുന്നോർത്താൻ പറഞ്ഞു. ഇന്നലെ വന്നിട്ടുള്ളൂ. ആ ജാതി ബാപ്പമാരെ ഊരക്ക് ഒരു ചവിട്ടിയിട്ട് മുറിച്ചിട്ട് മറ്റേ ചവിട്ടും കൂടി ചവിട്ടിയിട്ട് രണ്ടും കൂടി മുറിച്ച്. ഒരു പഴയ കാലത്തുണ്ടായിരുന്നു 4 മടക്കണ കണ്ണട. ആ ജാതി മുറിച്ച് ഈ ജാതി തണ്ടാരെ ഒടിച്ച് മുറിച്ചിട്ടാലേ നമ്മൾ നാട് വന്നു. ഇത് എൻ്റെ കണ്ണുകൊണ്ട് കേട്ടാല്ല, കണ്ണുകൊണ്ട് കണ്ടതാണ്. അവൻ്റെ കാൽമുട്ടിനടുത്ത് വെച്ചുകൊടുത്ത് ബാപ്പ ഇരിക്കാനും കസേര. വലിയ ആളല്ലേ, പൈസക്കാരനല്ലേ. ഈ ജാതി ചണ്ടി തന്തമാരെ ചരിത്രനാശാക്കിയത്. ചിന്തിക്കണം. അനുശോചിച്ചില്ല, അനുശോചിച്ചു. ഇത് സത്യമല്ലേ? മനസ്സിലാക്കി. ഇതിനേക്കാളും ഈ ലോകത്തിൽ ഞാൻ കണ്ട ഏറ്റവും മോശപ്പെട്ട കാഴ്ചകളിൽപ്പെട്ടൊരു കാഴ്ചകൾ. ആരോഗ്യ ദൃഢഗാത്രനായ മകൻ നിന്ന് നമ്മളോട് വർത്താനം പറയാം. അപ്പൊ ബാപ്പ അകത്ത് പോയിട്ട് കസേര കൊണ്ടുവന്നിട്ട് എങ്ങനെ വിട്ടെടുത്ത്, അങ്ങനെ എവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. ഗൾഫിൽ നിന്ന് വന്നടാ, പൈസക്കാരനാ. ചിന്തിക്കും സുബഹൊക്കെ അവരൊക്കെ നിസ്കരിക്കും. പക്ഷേ റസ്സാഖ് റബ്ബാണെന്ന ബോധമില്ല. നല്ല ഉഷാറായ പർദ്ദടും, മുഖമൊക്കെ കെട്ടി വലിയ ഉഷാറായി നടക്കും. അങ്ങനെ ഒരുത്തൻ കെട്ടിയപ്പോൾ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇതൊന്നും നടക്കൂല. അങ്ങനെ മുഖമക്കനെ മാറ്റി, പിന്നെ അത് മാറ്റി, പർദ്ദ മാറ്റി, പിന്നെ മോഡേൺ വസ്ത്രം. ആ നാട്ടിലെ ഏറ്റവും സാലിയാത്തായ പെണ്ണ് ഏറ്റവും മോഡേണിസ്റ്റ് പെണ്ണായി മാറി. എന്താ കാരണം? റിസ്ക്കിൻ്റെ മാധ്യമം ഭർത്താവാണെന്ന് വിശ്വസിച്ചു. ഈ മൂക്കേറൊക്കെ ഇട്ട് നടന്നിട്ടും പടച്ചോൻ റസ്സാക്കാന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇതെൻ്റെ ജീവിതത്തിലുണ്ടാകും. ഇത് ഞങ്ങളുടെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ സർവീസ് സ്റ്റോറി. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത്. മനസ്സിലായോ പറഞ്ഞത്? നല്ല മുഖമക്കനെയൊക്കെ ഇട്ട് നല്ല ഒരുങ്ങി നടന്നിരുന്ന പെണ്ണ് ഒരു മോഡേണിസ്റ്റായ ചങ്ങാതി കെട്ടി, പിന്നെ ഇത് ഒഴിവാക്കി, പിന്നെ കറുപ്പ് ഒഴിവാക്കി, ഉപ്പായ ഒഴിവാക്കി, പിന്നെ എത്ര കൈയായി, പിന്നെ മോഡേണിസ്റ്റായി. എന്തുകൊണ്ട്? എന്നിട്ട് പുതിയാപ്പളിൻ്റെ ബാക്കിൽ അങ്ങനെ മോട്ടോർ സൈക്കിളിൽ 3/4 ഭാഗം വസ്ത്രമില്ലാതെ അങ്ങനെ നടക്കും. എന്തേ? നമ്മൾ അത്ഭുതപ്പെടുക, ഇത് ഇവിടെ തന്നെയാണോ? എന്തേ? ഇത് നമ്മളെ കുഞ്ഞാമിൻ തന്നെയാണോ? കുഞ്ഞാമിൻ തന്നെയാ. കുഞ്ഞാമിന ആദ്യം എന്ത് ചെയ്ത്? കുഞ്ഞാമിന ആദ്യം മൂടക്കുപ്പായൊക്കെ ഇട്ടിട്ട് മേ 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 എന്ന് പറഞ്ഞത് പുതിയാപ്പളെ കിട്ടാനാണ്. പുതിയാപ്പളെ കിട്ടിയപ്പോഴോ പുതിയാപ്പള ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അല്ലല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് എന്തിനെങ്കിലും കുടുങ്ങിയാൽ അതുണ്ടാക്കി തരുന്ന ആളുടെ പേരാണ് അല്ലാഹ്. നമുക്ക് കച്ചവടം നഷ്ടപ്പെട്ടാൽ കച്ചവടം ഉണ്ടാക്കി തരുന്ന ആളുടെ പേര് പറയടാ മുതലാളിമാരെ. നമുക്ക് കച്ചവടം പൊളിഞ്ഞാൽ കച്ചവടം ഉണ്ടാക്കി തരുന്ന ആൾ, അവൻ്റെ പേരാണ് അല്ലാഹ്. നമുക്ക് കുട്ടികളുണ്ടായിരുന്നെങ്കിൽ, കുട്ടികൾ ഇല്ലെങ്കിൽ കുട്ടികളുണ്ടാക്കി തരുന്ന നമ്മളെ പെണ്ണുങ്ങളെ വയറ്റിലൊക്കെ മക്കളൊക്കെ ആയി നമുക്ക് അങ്ങനെ അതിൻ്റെ ആളാരാ? അതല്ലാഹ്. ഗൾഫ് പോയിട്ട് നമുക്ക് നല്ല ജോലി ഉണ്ടാക്കി തരുന്നവൻ്റെ പേര്
പേരാണ് അല്ലാഹ്. നമുക്ക് ഇവിടെ വന്ന് കുതിര വിടാനുള്ള എല്ലാ സൗകര്യം ചെയ്തിരുന്നതിന്റെ പേരാണ് അല്ലാഹ്. ഇങ്ങനെയൊക്കെ കുതിര വിട്ടിട്ട് പരലോകത്ത് പോയാൽ സ്വർഗം തരുന്നവന്റെ പേരാണ് അല്ലാഹ്. ഇവിടെ ഇതൊക്കെ തരണം, അവിടെ സ്വർഗം തരണം. നമ്മൾ അവന്റെ മേലോ കയ്യമില്ലുണ്ടോ മുമ്പുമില്ല. ഒരു വ്യക്തി ഇതൊക്കെ തലക്ക് കൊടുത്ത് ചിന്തിക്കണം. നമുക്കിതൊക്കെ ഉണ്ടാക്കി തരുന്ന ആളല്ല. അമ്മില്ലെങ്കിൽ അമ്മ ഉണ്ടാക്കി തരുന്ന ആൾ അല്ലാഹ്. അമ്മയ്ക്ക് കുട്ടിയില്ലെങ്കിൽ കുട്ടി ഉണ്ടാക്കി തരുന്ന ആൾ അല്ലാഹ്. കുണ്ടാണില്ലെങ്കിൽ കുണ്ട ഉണ്ടാക്കി തരുന്ന ആൾ അല്ലാഹ്. വിരലില്ലെങ്കിൽ വിരലുണ്ടാക്കി തരുന്ന ആൾ അല്ലാഹ്. കുന്തം ഒലക്കയും ഇല്ലെങ്കിൽ ഒലക്കയും കുന്തം അല്ലാഹ്. നാളെ രാവിലെ വിളക്ക് കിട്ടണേ വിളക്ക് ഉണ്ടാക്കി തരുന്ന ആൾ അല്ലാഹ്. പെണ്ണുങ്ങളില്ലെങ്കിൽ പെണ്ണുകൾ ഉണ്ടാക്കി തരുന്ന ആൾ അല്ലാഹ്. പെണ്ണുങ്ങൾക്ക് ചിറ്റില്ലെങ്കിൽ ചിറ്റുണ്ടാക്കി തരുന്ന ആൾ അല്ലാഹ്. പെണ്ണുങ്ങൾക്ക് പള്ളി ഉണ്ടാക്കി തരുന്ന അതും അല്ലാഹ്. മക്കളുണ്ടാക്കി അതും അല്ലാഹ്. മക്കളെ കെട്ടിച്ച അതും അല്ലാഹ്. അങ്ങനെ നമ്മളെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തിത്തരാൻ നമുക്കൊരു സർവന്റിന് വേണമല്ലോ. അവനാണ് ആര്? അല്ലാഹ്. അതാണടാ ഈ നിസ്കാരത്താമ്പിന്റെ ഒരു മാനെന്ന്. നമ്മളെ നിസ്കാരം ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഒരു തോട്ടിയാണ്. മാങ്ങ പറിക്കാൻ ഉള്ള കുന്തത്തിന് തോട്ടി എന്ന് പറയും. അള്ളാൻ്റെ അടുത്ത് സാധനം വാങ്ങാനുള്ള തോട്ടിക്ക് നിസ്കാരത്താമ്പ് എന്ന് പറയും. അത്രത്തിന് അവനെ നമ്മൾ സ്നേഹിച്ചിട്ടില്ല. അവൻ നമ്മളെ സ്നേഹിച്ചാലും വേണ്ടില്ല, സ്നേഹിച്ചിട്ടില്ല. നമ്മൾ മമ്മാത്തൂനെ സ്നേഹിച്ചിട്ടുണ്ട്, നമ്മൾ പലരെയും സ്നേഹിച്ചിട്ടുണ്ട്. നമ്മൾ UDF സ്നേഹിച്ചിട്ടുണ്ട്, നമ്മൾ LDF സ്നേഹിച്ചിട്ടുണ്ട്, ഞങ്ങൾ എല്ലാവരെയും സ്നേഹിച്ചിട്ടുണ്ട്. അല്ലയോ നമുക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചിരുന്നു. അയ്യുഹൽ ഇൻസാനു മാ ഗററക ബിറബ്ബിക്കൽ കരീം എന്നൊരായത്തുണ്ട് ഖുർആനിൽ. ഔദാര്യവാനായ റബ്ബിൻ്റെ കാര്യത്തിൽ നീ വഞ്ചിതനായതിൻ്റെ അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനം എന്താണെന്നറിയോ? അല്ലാഹു ഔദാര്യവാനായത് കൊണ്ട് തന്നെ. ഔദാര്യവാനായ റബ്ബിന്റെ കാര്യത്തിൽ നീ വഞ്ചിതനായതെന്ത്? റബ്ബ് ഔദാര്യവാനായതുകൊണ്ട് തന്നെ. അപ്പൊ എന്ത് ചെയ്ത്? അവനെല്ലാം തരുന്നവനാണെന്നൊരു ധാരണ ഉള്ളിൽ ഉറച്ചു. എല്ലാം വീടുണ്ടാക്കി തരുന്ന ആളല്ല, കിണറുണ്ടാക്കി തരേണ്ട ആളല്ല, കിണറിൽ വെള്ളം ഉണ്ടാക്കി തരേണ്ട ആളല്ല, മോട്ടർ ഉണ്ടാക്കി തരേണ്ട ആളല്ല. മോട്ടറും വെള്ളം അല്ല എന്നാ നമ്മൾ കുളിക്കും. അങ്ങനെ കുളിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ വെള്ളം ഉണ്ടോന്നില്ല, മോട്ടറില്ല. ബാത്റൂമിൽ കയറി വാതിലടച്ച് ഒന്നാമത്തെ ഘട്ടത്തിൽ വെള്ളം മുക്കി നനച്ച് ചുവപ്പ് തെച്ച്. പിന്നെ വെള്ളം തീർന്നേ താഴത്ത് കുളിച്ചു പറഞ്ഞ് മഴേൻ്റെ മുകളിൽ കുളിക്കുക. വെള്ളം തീർന്നേ അപ്പടാ വെള്ളം വിട്ടു, വെള്ളം വന്നില്ല. പലവട്ടം തിരിച്ചു മറിച്ചു വിട്ടു, വെള്ളം വന്നില്ല. അപ്പോൾ വിളിച്ചു പറഞ്ഞു നിങ്ങളൊന്ന് വന്ന് നോക്കി, ഇന്ന് വെള്ളം കയറുന്നില്ല. ആയിക്കോട്ടെ തന്നെ പറഞ്ഞു. അപ്പം വന്ന് വേഗം പകുതി കുളിച്ചിട്ടുള്ള വേഗം വന്ന് നോക്കി അവിടെ മുട്ടി ഇവിടെ മേടി അവിടെ സ്ക്രൂ ഡ്രൈവർ എടുത്ത് അവിടെ പൊളിച്ച് ഇവിടെ നന്നാക്കിയാ ഒന്നും കൂടി ഇട്ട് വെള്ളം കയറുന്നില്ല. അപ്പോൾ ഇലക്ട്രീഷ്യനെ വിളിച്ച് വേഗം നോക്കി ഞാൻ പകുതി കുളിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ പണി പലതും നടത്തുന്നതിൻ്റെ ഇടയിൽ ഇവൻ കിണറ്റൊക്കെ ഒന്ന് നോക്കിപ്പോയി ഇലക്ട്രീഷ്യൻ. അപ്പം കിണറ്റിൽ വെള്ളമില്ല. അപ്പം നമ്മളെ ചിന്തയിൽ കിണറ്റിൽ വെള്ളമില്ലാതാക്കലുണ്ടാവില്ല. കിണർ തരേണ്ടവൻ അല്ലാഹ്, വെള്ളം തരേണ്ടവനും അല്ലാഹ്. നമ്മൾ സുബൈക്ക് പോയി നിസ്കരിച്ചു കൊടുക്കും, ദൂറിനും നിസ്കരിച്ചു കൊടുക്കും. പിന്നെ ഇടക്കിടക്കൊക്കെയുള്ള ദ്വാ സമ്മേളനങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്നതിന് ഇതൊക്കെ ഉള്ളതെന്നുള്ളൂ. പിന്നെ ഇവിടുന്ന് താണ്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല പൊരിച്ച ബിരിയാണിയും പൊരിച്ച മന്തിയും കുയ്മന്തിയും ഒക്കെ ആയിട്ടൊരു സ്വർഗം ഉണ്ടായിരുന്നു. നല്ല മന്തി, എല്ലാം നല്ല നല്ല ഒഴുകുന്ന പുഴയും വെള്ളവും കള്ളും ഒക്കെ അങ്ങനെ ചാറായിട്ട്. ഇവിടുത്തെ കള്ളിങ്ങനെ കുടിച്ചിട്ട് അണ്ടല്ലാതായിട്ടാണ് ഇനി അവിടുത്തെ കള്ളം നോക്കാന്ന് വിചാരിച്ചു തോപ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഇതൊക്കെ തരുന്ന ആളല്ല. അത് നിർത്തിയിട്ട് എനിക്ക് തരുന്ന ആളെന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബ് എൻ്റെതാണ്, ഞാൻ അവനെ സ്നേഹിക്കാൻ ബാധ്യതപ്പെട്ടവനാണ്. അല്ല എൻ്റെ ജീവിതം എന്നത് അവനെ സ്നേഹിക്കുന്നു. നമ്മൾ സ്നേഹിക്കുക. എന്ത് നഷ്ടപ്പെട്ടാൻ പേടിക്കണ്ട. ഞാൻ സത്യം പറയാം, ഈ ലോകം നഷ്ടപ്പെട്ടാൽ പേടിക്കരുത്, നഷ്ടപ്പെട്ടാൻ പേടിക്കരുത്. ഇന്നത്തെ സുഖം നാളെ ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട. ഇന്നുണ്ടായാലും നമ്മളിങ്ങനെ നടക്കും, ഇന്നില്ലെങ്കിൽ നമ്മളങ്ങനെ നടക്കും. നമ്മളങ്ങനെ നടക്കും. ഒറ്റ പേടി വേണ്ട, ക്രബ് തരും. അല്ലെങ്കിൽ അത് അത്രയും വിചാരിച്ചുള്ളൂ, അത്രയായിരിക്കും. ചിന്തിക്കണം. നല്ല വിദ്യാർത്ഥിയാണെങ്കിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ അധ്യാപകനെ മാത്രം ശ്രദ്ധിക്കും. ക്ലാസ്സിന് പുറത്താക്കിയാൽ ചെവി മെല്ലെ ജനൽ ഭാഗത്തേക്ക് നോക്കിയിട്ടും കൊടുത്തിട്ടും അധ്യാപകനെ ശ്രദ്ധിക്കും. അത്താക്കിയാലും ശ്രദ്ധിക്കും, പുറത്താക്കിയാലും.
നല്ല വിദ്യാർത്ഥി അല്ലെങ്കിലോ ക്ലാസിന്റെ ഉള്ളിലിരിക്കുമ്പോഴും അധ്യാപനം ശ്രദ്ധിക്കൂല, പുറത്താക്കിയ നല്ല സുഖമായി നിങ്ങളിന്റെ കൂടെ ഉണ്ടോ? സത്യല്ലേ? നല്ല വിദ്യാർത്ഥിയാണെങ്കിൽ ക്ലാസ്സിൽ ഇരുന്നാൽ അധ്യാപകനെ മാത്രം ശ്രദ്ധിക്കും. ക്ലാസ് നിന്ന് പുറത്താക്കിയാലോ ജനവാതിലിന്റെ വിടവിലൂടെ മാഷിന്റെ ശബ്ദം വരുന്നത് ശ്രദ്ധിക്കും. എന്തുകൊണ്ട്? മാഷിന്റെ ശബ്ദവും പഠിപ്പിക്കലും ഒരു സെക്കൻഡ് പോലും വിട്ടുപോകാൻ ഈ വിദ്യാർത്ഥിക്ക് പാടില്ല, കഴിയൂല. നല്ല വിദ്യാർത്ഥി അല്ലെങ്കിലോ ക്ലാസ്സിലിരിക്കുമ്പോഴും മാഷ് പഠിപ്പിക്കന്നെ അങ്ങനെ ദിവസപ്പനം കണ്ടിരിക്കും. പുറത്താക്കിയാലോ അൽഹംദുലില്ലാഹ് നേരത്തെ കാലത്തെ ആ മുഹമ്മദിന്റെ പീടി പോയിട്ട് പൂളിയും ചായ കുടിക്കാം. നന്നായി. ഞാൻ പഠിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നു ഹൈസ്കൂളിന് മുന്നിൽ ഒരു മുഹമ്മദിന്റെ പൂളക്കട. അതാ എനിക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഞാൻ മുഹമ്മദിന്റെയും പൂളന്റെ കാര്യം പറഞ്ഞു. ക്ലാസ് പുറത്താക്കിയാൽ ഒരു സന്തോഷമായി. നമ്മൾ ഇന്റർവെല്ലിന് വിട്ടപ്പോൾ ഓനെല്ലാം തിന്ന് ചെറിയ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. എന്തുകൊണ്ട്? നേരത്തെ കാലത്ത് പുറത്താക്കി. അൽഹംദുലില്ലാഹ്. എന്തെങ്കിലും കുരുത്തക്കേട് അടിക്കാം, നാളെ എന്നെ പോലെ എനിക്ക് പുളന്ന. അതന്നെ, ഇതാണ് ഈ ജാതി. ഒരു വിദ്യാർത്ഥിയായി നമ്മൾ മാറിയാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നവനായി ഒരു അള്ളാഹു. ആ അള്ളാഹു അല്ല, നമ്മുടെ റബ്ബ് റബ്ബുൽ ആലമീനായ റബ്ബാണ്, മുഹിബ്ബായ റബ്ബാണ്, സ്നേഹിയായ റബ്ബാണ്. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അലൈഹി തവക്കൽ അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അലൈഹി തവക്കൽ മാ അഖ്ബല അബ്ദുൻ ബിഖൽബിഹി അല്ലാഹ് إلا جعل الله قلوب المؤمنين إليه بالود والرحمة وكان الله إليه بكل خير أسرع. الفاتحة.